കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. ഇതുപോലെ കാലം ആ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നോർത്ത് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യാം. അവന് അധികാരമുള്ളതായ കർത്താവ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇന്ന് പോൽക്കാലം അധികാരത്തോടെ ചിലത് കൽപ്പിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പോൽക്കാലം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. കാറ്റിനെ ശാസിച്ച കർത്താവ്, കടലിനെ ശാസിച്ച കർത്താവ്, രോഗങ്ങളെ ശാസിച്ച കർത്താവ്, ഭൂതങ്ങളെ ശാസിച്ച കർത്താവ്, സകലത്തിന്മേലും അധികാരം ഉള്ളവനായ കർത്താവ് ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ആവശ്യം പറഞ്ഞ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി കൽപ്പിക്കുന്നതായ കർത്താവാണ്. ആ കർത്താവിനെ കരങ്ങളടിച്ച് നന്ദിയോടെ നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് പോൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാരെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്ക് ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ഇവിടെ നമ്മളെ അവിടെ നിർത്താം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിനെ ഒരു 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ മിക്കവാറും താമസിക്കുന്ന വീടുകൾക്കെല്ലാം 3 നിലകളാണ്. ബേസ്മെന്റ് ഉണ്ട്, അതുപോലെ ഫസ്റ്റ് ഫ്ലോറ്, അതുപോലെ ടോപ്പ് ഫ്ലോറ്. അങ്ങനെയാണ് പലരും ഇവിടുത്തെ വീടുകളെല്ലാം. ഇന്ന് പോൽക്കാലം നമ്മൾ ഈ വചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു 3 ഫ്ലോർ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ബേസ്മെന്റ്, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറന്ന് കിട്ടിയെന്ന് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ ദൈവദാസന് തുറന്ന് കൊടുത്തു. അത് നമ്മൾ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് താൻ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരു കാര്യം പൗലോസ് നന്ദി ഉള്ളവനായി ദൈവത്തോട് പറയാണ്. എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അവിടെ പറയാണ് എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം. അതുപോലെ അതൊരു ഫസ്റ്റ് ഫ്ലോറാണ്. എന്നാൽ നമ്മൾ ടോപ്പ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 16-17 വാക്യം വായിക്കുമ്പോൾ സൗരഭ്യ വാസനയെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലോസ് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം അതിനുടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പത്രങ്ങളാണ് നമ്മളെ വായിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ കർത്താവ് വെളിച്ചമായിരുന്നു, എന്നാൽ നമ്മൾ വെളിച്ചമാക്കി നമ്മളെ കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്നപ്പോൾ വെളിച്ചത്തോടെ വളരെ അനുരൂപപ്പെടുത്തി എന്തുവാണ് പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വെളിച്ചമാകുന്നുവെന്ന്, യേശു വെളിച്ചമായതുപോലെ നമ്മൾ വെളിച്ചമാകണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പത്രങ്ങളാണ് നമ്മളൊരു പത്രം എടുത്ത് വായിക്കുന്ന പോലെ തന്നെ നമ്മളെ വായിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ദൈവജനങ്ങളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ സൗരഭ്യ വാസന പുറപ്പെടുവിക്കുന്നവരെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2 കാര്യത്തിന് വേണ്ടിയാണ് പൗലോസ് സ്തോത്രം ചെയ്യുന്നത്. ഒന്ന്, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന കർത്താവ്.
ഒക്കേഷനിൽ അല്ല, ഒരു സീസണിൽ മാത്രമല്ല കർത്താവ് എന്നെയും നിന്റെയും ജയോത്സവമായി നടത്തുന്നത്. എപ്പോഴും വല്ലപ്പോഴും അല്ല, എന്നും എപ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുന്നതായ കർത്താവാണ് നമ്മുടെ കർത്താവ്. പൗലോസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കഷ്ടതകളുണ്ടായിരുന്നു, വെല്ലുവിളികളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരാഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. താൻ പ്രസംഗിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. സഭകളെ സ്ഥാപിക്കപ്പെട്ടത് തന്റെ ശുശ്രൂഷയിലെ നമുക്കെല്ലാം വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ശക്തമായി ദൈവദാസനെ ഉപയോഗിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിനും എന്തുവാണ്? സ്തോത്രം ചെയ്യുന്നതായ, എല്ലാറ്റിനും തന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പോൾ ഒന്നാമത് എന്തുവാണ്? തന്നെ ജയോത്സവമായി നടത്തുന്നതായ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് എന്നെ എന്തുവാണ്? ഹല്ലേലൂയ, മഹത്വപ്പെടുത്തുന്നുവെന്ന് കർത്താവിന്റെ മനത്തിൽ വായിക്കുന്നു. ഓരോ സ്തോത്രവും എന്തുവാണ്? ഓരോ യോഗങ്ങളാണ്. നമ്മളെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ കാളയോ ആടിനെയോ അല്ലെങ്കിൽ പ്രാവും കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരണമായിരുന്നു യാഗം അർപ്പിക്കുവാനായിട്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പുതിയ നില കടന്നു വരുമ്പോൾ എനിക്കും നിനക്കും കർത്താവ് നമ്മുടെ നാവിന്റെ കെട്ടുകളെ അഴിച്ച് നമ്മുടെ നാവുകളെ ബലപ്പെടുത്തുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാനായിട്ടാണ്. ഓരോ സ്തോത്രവും ഓരോ യാഗമാണ്. കാറെ കയറുമ്പോൾ സ്തോത്രം പറഞ്ഞോണം, ജോലി ചെയ്യുമ്പോൾ സ്തോത്രം പറഞ്ഞോണം, ചർച്ചിൽ വരുമ്പോൾ സ്തോത്രം പറഞ്ഞോണം, ഒറ്റരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞോണം, എവിടെ പോയാലും സ്തോത്രം പറഞ്ഞോണം, രോഗങ്ങളിൽ സ്തോത്രം പറഞ്ഞോണം, സന്തോഷത്തിലും സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ, എപ്പോഴും എത്രമാത്രം സ്തോത്രം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ, ഹല്ലേലൂയ, അത്രമാത്രം ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കത് അനുഗ്രഹമാക്കി തീർക്കും. ഓരോ സ്തോത്രം എന്തുവാണ്? ഹല്ലേലൂയ, കർത്താവിനോട് നന്ദി പറയാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ രണ്ടാമത് എന്തിനു വേണ്ടിയാണ് താൻ സ്തോത്രം ചെയ്യുന്നത്? ഹല്ലേലൂയ, തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യത്തിന് പൗലോസ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, അതുപോലെ തന്നെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്തതായ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നതായ, നന്ദിയോടെ ആരാധിക്കുന്നതായ ഹല്ലേലൂയ പൗലോസിനെ നമ്മൾ ഇവിടെ കാണുന്നു. കൊലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണമെന്ന് കൊലോസ്യ വിശ്വാസികളോട് പറയുന്നു. ഇന്ന് പലകാലം എന്നോടും നിന്നോടും എന്തുവാണ് പറയുന്നത്? അത് മാത്രമാണ്, സ്തോത്രത്തിൽ ദൈവങ്ങൾ കവിഞ്ഞിരിക്കണം. സ്തോത്രത്തിന്റെ ഒരു കവിഞ്ഞൊടുക്ക്. ഹല്ലേലൂയ, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്തുവാണ്? അത് നിറഞ്ഞ്, ഹല്ലേലൂയ, അത് നിറഞ്ഞ് എന്തുവാണ്? അത് കവിഞ്ഞൊടുക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ, ഇത് നിറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഒരു കവിഞ്ഞൊടുക്ക് എന്തുവാണ്? ഈ ദിവസങ്ങളിലെ ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ഒരു കവിഞ്ഞൊടുക്ക്, സ്തോത്രത്തിന്റെ വലിയൊരു ഫ്ലോ, സ്തോത്രത്തിന്റെ ഒരു കവിഞ്ഞൊടുക്ക് എന്തുവാണ്? ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് നന്ദിയുള്ള ഒരു ഹൃദയത്തെ കാണിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രത്തിന്റെ കവിഞ്ഞൊടുക്ക് ഉണ്ടാകുമ്പോൾ എന്തുവാണ്? നമ്മൾ നന്ദി പറയാണ് കർത്താവിനോട്. ഹല്ലേലൂയ, ഇവിടെ പൗലോസ് അതാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂസ്രയിൽ എന്തുവാണ്? കല്ലെറിഞ്ഞു പൗലോസിനെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ തെസ്സലോനിക്കയിലെ 2 ആഴ്ച മാത്രമേ ശുശ്രൂഷിച്ചുള്ളൂ. എന്നാൽ പുരുഷാരം എന്തുവാണ്? വലിയ കലഹമുണ്ടാക്കിയെന്നാണ് തെസ്സലോനിക്കയിലെ തന്റെ ശുശ്രൂഷയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ബെരോബയിലെ ജനങ്ങൾ എന്തുവാണ്? എല്ലാം കൂടി എന്തുവാണ്? കലഹം ഉണ്ടാക്കി തന്നെ അവിടുന്ന് ഓടിച്ചു വിടുവാൻ ഇടയായിത്തുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ എന്തുവാണ് പൗലോസ് പറയുന്നത്? ഹല്ലേലൂയ, ജയോത്സവമായി നടത്തുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, ജയോത്സവമായി എന്നെ നടത്തുന്നതായ കർത്താവെന്ന് ഞാനും നീയും പറയണം. എല്ലാം നന്നായി പോകുമ്പോൾ ജയോത്സവമായി എന്നെ നടത്തുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. സുവിശേഷത്തിന്റെ വക്താക്കളായ പൗലോസിന് എന്തുവാണ്? തന്നോട് കൂടെ ഉണ്ടായിരുന്നൊക്കെ എന്തുവാണ്? സുവിശേഷ വേല എന്തുവാണ്? ഒരു ജയഘോഷ യാത്ര തന്നെയായിരുന്നു. നമ്മൾ ഈ റോമ നഗരത്തിന്റെ പല ആചാരങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റോമാ നഗരത്തിൽ അപൂർവമായി നടക്കുന്നതായ ഒരു ഘോഷയാത്ര ചിത്രമാണ് ഇവിടെ പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ ഒരു സേനാധിപന് യുദ്ധത്തിനും പോയി ആ യുദ്ധത്തില് താൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സേനാധിപന്റെ ലീഡർഷിപ്പില് അങ്ങനെ യുദ്ധത്തില് ജയമുണ്ടായതുകൊണ്ട് റോമാക്കാര് അദ്ദേഹത്തെ ഓണർ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കുതിരകളെ എന്തുവാണ് ഒന്നിച്ച് കെട്ടി അദ്ദേഹത്തെ അതിനകത്ത് അതിന്റെ മുകളിൽ ഇരിക്കുവാനായിട്ട് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി. ഹല്ലേലൂയ, അദ്ദേഹത്തെ
എഴുന്നേൽപ്പിച്ചകത്ത് നിർത്തും. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് ജനങ്ങൾ നിന്നുകൊണ്ട് ആർത്തെന്തുവാണ് ഘോഷിക്കും. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജയത്തെ എന്തുവാണ് ഹല്ലേലൂയ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ ഷൗട്ട് ചെയ്യും. അപ്പോൾ തന്നെ ബാൻഡ് മേളമുണ്ട്. ബാൻഡ് അടിക്കുന്നതായ ആളുകൾ കടന്നു വന്ന് ബാൻഡ് മേളം അവിടെ നടക്കുന്നു. അതുപോലെ പൂമാല അദ്ദേഹത്തെ ആ സേനാധിപരെ എന്തുവാണ് അണിയിക്കുന്നു. അങ്ങനെ വലിയ ഒരു ഫംഗ്ഷൻ നടക്കും. അതിനെ പറയുന്നത് ജയഘോഷ യാത്ര എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ പൗലോസ് അതിനെ റോമാക്കാരനായിരുന്നു കൊണ്ട് പൗലോസിന് ഹല്ലേലൂയ ഒരളവിൽ എന്തുവാണ് റോമയിലെ കാര്യങ്ങളൊക്കെ പൗലോസിന് നല്ലവണ്ണം അറിയാം. റോമ നഗരത്തിൽ നടന്നതായ ആ ഘോഷയാത്ര പോലെ ആ വരവേൽപ്പ് പോലെ എന്തുവാണ് പൗലോസ് എന്നെ ജയോത്സവമായി നടത്തുന്ന കർത്താവിനെ പുകഴ്ത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 15 ഇങ്ങനെ പറയുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ക്രൂശിന്മേൽ എന്തുവാണ് കർത്താവ് എന്തുവാണ് ജയോത്സവം കൊണ്ടാടി. അത് എന്റെയും നിന്റെയും ജയമാണ്. കരങ്ങളെത്തി നമ്മുടെ കർത്താവിന് നന്ദി പറയാം. റോമാലേഖനം 8-ാം അധ്യായം അതിന് 37-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 4-7 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നുവെന്ന് പറഞ്ഞത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സകല വിധത്തിലും എന്താണ് കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടമുണ്ട്, എന്നാൽ എന്തുവാണ് ഹല്ലേലൂയ ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. അതിനുശേഷം പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടുണ്ട്, നിരാശപ്പെടാം, എന്നാൽ പൗലോസ് പറയാണ് നിരാശപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്തുവാണ് നിരാശ കടന്നു വരുമ്പോൾ ഞാൻ നിരാശപ്പെടത്തില്ല എന്ന് ദൈവമക്കളെ പറയണം. ഹല്ലേലൂയ. സകല വിധത്തിലും എന്തുവാണ് കഷ്ടമുണ്ട്, എന്നാൽ ഹല്ലേലൂയ എങ്കിലും ഇടുങ്ങിയിരിക്കയില്ല. ഞാൻ എന്തുവാണ് ഇടുങ്ങി ഒരു മൂലയ്ക്ക് ഈ കഷ്ടത്തിന്റെ മധ്യത്തിൽ ഇരിക്കയില്ല, ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 8-ാം അധ്യായം റോമാലേഖനം: കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞു. അപ്പോഴേ ഞെരുങ്ങുന്നതായ ഹല്ലേലൂയ ഇടുക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇടുങ്ങി ഇരിക്കുന്നില്ല എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ നിരാശപ്പെടുന്നില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. ഉപദ്രവം അനുഭവിക്കുന്നവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ, എന്നാൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ നീയും ഉപദ്രവം എന്തുവാണ് അനുഭവിച്ചാലും കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയിട്ട് ഉപദ്രവം അനുഭവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഭാരതത്തിലുണ്ട്, മറ്റു രാജ്യങ്ങളുണ്ട്, എന്നാൽ അവരെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്. കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. അവരെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്, എന്നെ ഉപേക്ഷിക്കുന്നതായ ഒരു കർത്താവുണ്ട്. അതുപോലെ പൗലോസ് വീണ്ടും പറയാണ് 2 കൊരിന്ത്യർ 4-11 വരുമ്പോൾ വീണ് കിടക്കുന്നവർ എങ്കിലും എന്തുവാണ് നശിച്ചു പോകുന്നില്ല. ചിലരൊക്കെ ചിന്തിക്കും എന്തുവാണ് അവർ വീണുപോയി എന്ന്, എന്നാൽ വീണ് കിടക്കുന്നുവെന്ന് തോന്നിയാലും എന്തുവാണ് നമ്മൾ നശിച്ചു പോകാതെ ഹല്ലേലൂയ നമ്മളെ വീണ്ടും എന്തുവാണ് എഴുന്നേൽപ്പിച്ച് നമ്മളെ മുന്നോട്ട് നടത്തുന്നതായ കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഈ വാസനയെ കുറിച്ച് പഠിക്കുമ്പോൾ 5 സെൻസ് വാസനയെ കുറിച്ച് ഒത്തിരി, അല്ലെങ്കിൽ സൗരഭ്യ വാസന കുറിച്ചാണ് പൗലോസ് ഇവിടെ എംഫസിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ 5 സെൻസ് ഉണ്ട്. കേൾവി ഒരു സെൻസാണ്. കേൾക്കുവാൻ നമ്മുടെ ചെവി കൊണ്ട് നമുക്ക് ഇടയാകുന്നു. അതുപോലെ തന്നെ കണ്ണ് ഒരു സെൻസാണ്, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കണ്ണില്ലെങ്കിൽ ഹല്ലേലൂയ ആ സെൻസ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണുവാൻ സാധിക്കും? അതുപോലെ ചെവി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കേൾക്കുവാൻ സാധിക്കും? നമ്മുടെ നാവ് അതൊരു സെൻസാണ്. രുചി ഒരു സെൻസാണ്. രുചിയോടെ ആഹാരം കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത് കർത്താവ് വന്നിരിക്കുന്ന ഒരു സെൻസാണ്. എന്നാൽ മൂക്ക് കർത്താവ് വന്നിരിക്കുന്നതാണ് മണക്കുവാനായിട്ടാണ്. വാസന, ഇവിടെ സൗരഭ്യ വാസനയെ കുറിച്ച് പൗലോസ് പറയുന്നു. ദൈവവചനത്തിൽ എന്തുവാണ് വിശ്വാസികൾ വെച്ച് പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു ഉപമ എന്തുവാണ് ഇവിടെ പറയുന്നത്? സൗരഭ്യ വാസന. പഴയ നിയമത്തിലെ യാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു വേദഭാഗം സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. അതുപോലെ ലേവ്യ പുസ്തകം 23-18, സംഖ്യാപുസ്തകം 28-27 ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ യാഗങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ
യാഗങ്ങളെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഹോമയാഗമാണെങ്കിലും അതുപോലെ ഹനനയാഗം ആണെങ്കിലും അല്ലെങ്കിൽ ദഹനയാഗം ആണെങ്കിലും അല്ലെങ്കിൽ ഭോജനയാഗമാണെങ്കിലും യഹോവയ്ക്ക് സൗരഭ്യവാസനയാകുമാറെന്തുമാണ് അത് അർപ്പിക്കണം, അത് കഴിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. സംഖ്യ 15:13 വായിച്ചാട്ടെ. നിങ്ങൾ ചെന്നിട്ട് ഒരു നേർച്ച നിവർത്തിപ്പാനോ സ്വമേധാദാനമായിട്ടോ നിങ്ങളുടെ ഉത്സവങ്ങളിലോ യഹോവയ്ക്ക് മാടിനെ ആകട്ടെ ആടിനെ ആകട്ടെ ഹോമയാഗമായെങ്കിലും ഹനനയാഗമായിട്ടെങ്കിലും യഹോവയ്ക്ക് സൗരഭ്യവാസനയാകുമാറ് ഒരു ദഹനയാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവൻ കാൽ ഹീൻ എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരേണം. മതി. അവിടെ വായിച്ച് നമ്മൾ കേട്ടു 15-3 വാക്യത്തില് യഹോവയ്ക്ക് സൗരഭ്യവാസനയാകുമാർ എന്തുമാണ് അർപ്പിക്കുന്നത്. അത് ആടാകട്ടെ മാടാകട്ടെ എന്തുമാകട്ടെ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ എഴുതി, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോഴേ പ്രിയമുള്ളവരെ, നമ്മൾ ഹല്ലേലൂയ അർപ്പിക്കുന്നതായ യാഗങ്ങളെല്ലാം എന്തുവാണ്? ഹല്ലേലൂയ അത് സൗരഭ്യ വാസനയായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ ഈ യാഗങ്ങളെല്ലാം ഹനനയാകവും ഭോജനയാകവും അകൃത്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്തുവാണ്? ഹല്ലേലൂയ സൗരഭ്യം പുറപ്പെടുവിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തുവാണ്? ഹല്ലേലൂയ സൗരഭ്യം പരത്തുന്നവരെ നമ്മൾ ആയിരിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ജലപ്രളയത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ നമുക്ക് അതിന്റെ മുകളിലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നോഹയെ കുറിച്ച് കേട്ടു അല്പമായി കർത്താവിദാസൻ ഷിബുവിൽ നിന്ന്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പെട്ടകത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആദ്യമായി നോഹ ചെയ്തെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിന്റെ 20-ാം വാക്യം വായിക്കാം. 8:20. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. അവിടെ നമ്മൾ വായിച്ചു ഒരു ഭാഗം, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ. അപ്പോൾ ഇവിടെ യഹോവയ്ക്കൊരു യാഗപീഠം ആര് പണിതു? നോഹ പണിതത് നമുക്ക് കാണും. 6-ാമത്തെ പർവ്വതത്തിലെ പെട്ടകം ഉറയ്ക്കുന്നു. അതിനുശേഷം അവര് അതിനകത്തുനിന്ന് ഇറങ്ങുന്നു. എന്നാൽ ആദ്യമാണ് ദൈവത്തിന് നന്ദി പറയുന്നതായ നോഹയും കുടുംബത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് അവരെ പരിപാലിച്ചതായ കർത്താവിന്റെ വഴികളെ ഓർത്തുകൊണ്ട് നന്ദി പ്രകടനമായിട്ട് അവര് ഇപ്പോൾ യാഗപീഠം പണിതു. അതിലെന്തുവാണ്? ശുദ്ധിയുള്ളതും അതുപോലെ സകല മൃഗങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ളതായ ചില പറവകളിലും എടുത്ത് യാഗപീഠത്തിന്മേൽ എന്താണ്? ഹോമയാഗമായി അർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ആ അർപ്പിച്ച ഹോമയാഗത്തിൽ എന്തുവാണ്? ദൈവത്തിന്റെ വലിയ പ്രസാദം എന്തുവാണ് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രസാദം എങ്ങനെയാണ് ലഭിച്ചത്? യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ. അപ്പോൾ നോഹയുടെ ആ ഹല്ലേലൂയ ആ യാഗപീഠം പണിത് ആ യാഗം അർപ്പിച്ചപ്പോൾ അവിടുന്ന് ഉയർന്ന് കർത്താവിന്റെ അടുത്ത് കടന്നു എന്നതായ ആ സൗരഭ്യവാസന എന്തുവാണ്? താൻ മണത്തു. അത് മണത്തപ്പോൾ കർത്താവ് ഒരു തീരുമാനം അവിടെ എടുക്കുകയാണ്. എന്തുവാണ് തീരുമാനം എടുക്കുന്നത്? യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യൻ നിമിത്തം ഇനിയും എന്താണ്? ഭൂമിയെ ശപിക്കയില്ല. അതുപോലെ ഭൂമിയുള്ള കാലത്തോളം എന്തുവാണ്? വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും ഹല്ലേലൂയ പകലും നിന്നു പോകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തപ്പോൾ അവിടെ യഹോവ ആ സൗരഭ്യവാസന മണത്തപ്പോൾ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ, നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്തുമാണ്? കർത്താവിന്റെ ഹൃദയത്തെ അത് തൊടും. യെസ്, അതിനകത്ത് സൗരഭ്യവാസന ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ ആരാധന യഥാർത്ഥ ആരാധനയാണെങ്കിൽ ഹല്ലേലൂയ കളങ്കമില്ലാത്തതായ ആരാധനയാണെങ്കിൽ, അകൃത്യമില്ലാത്തതായ ആരാധനയാണെങ്കിൽ, ശുദ്ധ മനസ്സാക്ഷിയോടെ ഹൃദയത്തോടെ ഞാനും നീയും അർപ്പിക്കുന്നതായ ഓരോ സ്തോത്രവും ഹല്ലേലൂയ ഓരോ ആരാധനയും എന്തുവാണ്? ഹല്ലേലൂയ അത് സൗരഭ്യ വാസനയുള്ള യാഗമായി തീരുമ്പോൾ എന്തുവാണ്? അത് മണക്കുന്നൊരു കർത്താവുണ്ട്.